ഇതെന്താണെന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അത്രയ്ക്ക് കണ്ട് പഴയതായിട്ടൊന്നുമില്ല. സംഭവം നമ്മുടെ സി ഡി ആണ് കേട്ടോ. കഴിഞ്ഞ തവണ നാട്ടിൽ പോയ സമയത്ത് ആരോ ഒരു ജിമിക്കി കമ്മൽ സോങ്ങൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചൊരു സി ഡി കണ്ടപ്പോൾ ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഇനി എനിക്കുള്ള എൻ്റെ ക്രാഫ്റ്റിനുള്ള ഇരയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് വേണം, ഒരു പെയിൻറ്റിങ് ബ്രഷ് വേണം, അതുപോലെ ഇത് സി ഡി വേണം. അപ്പോൾ ഈ ഒരു സീഡിൻ്റെ ഈ ഒരു ഗ്ലോ വരുന്നൊരു പാർട്ടുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചോക്ക് പെയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ക് പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടും ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് എല്ലാ ഭാഗവും കവർ ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പെയിൻറ്റ് അടിച്ചെടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു കുത്തബ് മിനാർ പണിയാൻ പോകുന്നത്. ആ കുത്തബ് മിനാർ പണിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബാംബൂ സ്റ്റിക്കോ ആണ് കേട്ടോ. അപ്പം നല്ല ഷാർപ്പിൾ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ നമ്മളിതാ ഇതുപോലെ ഒന്ന് കാർവ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയുന്ന ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പല ടൈപ്പിലുള്ള ഡിസൈൻസ് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു മണ്ഡല ആർട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെപ്പോലുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ള ഒരു ആർട്ടാനെ കൊണ്ട് ഇതാണ് ചെയ്തത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡെസ്ക് കംപ്ലീറ്റ് ഡസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ല, ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് അതിലേറെ സാറ്റിസ്ഫാക്ഷനായി. കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല വെളിച്ചത്തിലൊക്കെ വെക്കുമ്പോൾ ഇതിങ്ങനെ കളർ മാറി കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്തൊക്കെ ഡിസ്ക് ഇല്ലാത്തവരെ വീടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ ഈ രാത്രി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ.